നമ്മൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ജിമെയിൽ ഐ ഡി. നമ്മൾ ഇതേ ജിമെയിൽ ഐ ഡി തന്നെയായിരിക്കും പുതിയ മൊബൈലൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അതിൽ ലോഗിൻ ചെയ്യുക. ചില സമയത്ത് അതിൽ ലോഗിൻ ആകില്ല. ഒന്നുകിൽ നിങ്ങൾ പാസ്വേഡ് മറന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ അതിൽ എൻ്റർ ചെയ്യുമ്പോൾ OTP വരുന്നത് ചിലപ്പം പഴയ ഏതെങ്കിലും മൊബൈലിലായിരിക്കും. ആ മൊബൈൽ നമ്പർ ചിലപ്പോൾ നിങ്ങളുടെ നിലവിൽ ഇല്ലാത്ത നമ്പർ ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും? ഇനി റിക്കവർ ആയിട്ട് നിങ്ങൾ അതിന് ഒരു മെയിൽ ഐ ഡിയും കൂടി കൊടുത്തിട്ടില്ലെങ്കിൽ ഒരിക്കലും തന്നെ നിങ്ങൾക്ക് പുതിയ മൊബൈലിൽ ഈ ഒരു ജിമെയിൽ ഐ ഡി ലോഗിൻ ചെയ്യാനേ സാധിക്കില്ല. അപ്പോൾ 2-3 കാര്യങ്ങൾ നിങ്ങൾ മുന്നേ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും തന്നെ ഈ ഒരു ജിമെയിൽ ഐ ഡി നഷ്ടപ്പെടില്ലായിരുന്നു. അപ്പോൾ ഏതൊക്കെയാണ് ആ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. ഒരു ജിമെയിൽ ഐ ഡി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യമാണ്. കാരണം അതിലായിരിക്കും നമ്മൾ ഗൂഗിൾ ഫോട്ടോസിൽ ഒരുപാട് ഫോട്ടോസുകളും കാര്യങ്ങളൊക്കെ സേവ് ചെയ്തിട്ടുണ്ടാകുക, അല്ലെങ്കിൽ ഗൂഗിൾ ഡ്രൈവിൽ ഒരുപാട് ഫയലുകൾ നമ്മൾ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും ഇതേ ജിമെയിൽ ഐ ഡി ഉപയോഗിച്ചിട്ട്. അതുമാത്രമല്ല, നമ്മുടെ കോൺടാക്റ്റ് ലിസ്റ്റുകൾ മൊത്തം ചിലപ്പം ഈ ഒരു ജിമെയിൽ അക്കൗണ്ടിൽ തന്നെയായിരിക്കും ഉണ്ടാകുക. അപ്പോൾ ഒരു ജിമെയിൽ ഐ ഡി നഷ്ടപ്പെടുക എന്ന് പറയുന്നത് വളരെയധികം വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരിക്കലും തന്നെ നിങ്ങളുടെ ജിമെയിൽ ഐ ഡി നഷ്ടപ്പെടില്ല. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ആദ്യം മൊബൈലിൻ്റെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഗൂഗിൾ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ മെയിൽ ഐ ഡി ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അവിടെ ഒരു ഏരോ മാർക്ക് ഉണ്ട്, അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഗൂഗിൾ അക്കൗണ്ട് എന്ന് നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ടാബുകൾ മുകളിൽ കാണാൻ സാധിക്കും. അതിൽ നിന്നും പേഴ്സണൽ ഇൻഫോ എന്ന ഈ ഒരു ടാബ് നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതിനുശേഷം കുറച്ച് താഴേക്ക് വരിക. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി കാണാൻ സാധിക്കും. അവിടെ ഒരു ഏരോ മാർക്ക് ഉണ്ട്. ആ ഏരോ മാർക്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ മെയിൽ ഐ ഡി ഇവിടെ കാണാൻ സാധിക്കും. തൊട്ട് താഴെ നിങ്ങൾക്ക് റിക്കവർ ഇമെയിൽ ഐ ഡി എന്ന ഒരു ഭാഗമുണ്ട്. അവിടെ നിങ്ങൾ മെയിൽ ഐ ഡി കൊടുത്തിട്ടില്ലെങ്കിൽ അവിടെ നിങ്ങൾ ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു മെയിൽ ഐ ഡി, അതായത് നിങ്ങളുടേതായിട്ടുള്ള ഒരു മെയിൽ ഐ ഡി നിങ്ങൾ എന്തായാലും കൊടുക്കണം. അതിനായിട്ട് നിങ്ങളൊരു പുതിയ മെയിൽ ഐ ഡി ഉണ്ടാക്കിയാലും കുഴപ്പമില്ല. കാരണം നിങ്ങളുടെ ഈ ഒരു മെയിൽ ഐ ഡി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് റിക്കവറി ആയിട്ട് നമ്മളൊരു മെയിൽ ഐ ഡി ഇവിടെ കൊടുക്കുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ പാറ്റേൺ അല്ലെങ്കിൽ ഫിംഗർ ചോദിക്കും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങളൊരു പുതിയ മെയിൽ ഐ ഡി ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് റിക്കവറി മെയിൽ ഐ ഡി ആണ് കേട്ടോ. അതിനുശേഷം വെരിഫൈ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മെയിൽ ഐ ഡിയിലേക്ക് ഒരു വെരിഫിക്കേഷൻ കോഡ് വരും. അത് നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നതോടുകൂടി നിങ്ങൾക്ക് ഇവിടെ ഒരു റിക്കവറി ഇമെയിൽ ആഡ് ആയിട്ടുണ്ടാകും. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന മെയിൽ ഐ ഡി ഒരിക്കലും നഷ്ടപ്പെടില്ല. നിങ്ങൾക്ക് ഈ ഒരു മെയിൽ ഐ ഡിയുടെ സഹായത്തോടു കൂടി റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്തു വെക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബാക്ക് വരിക. ബാക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും ഒന്ന് ബാക്ക് വരിക. ബാക്ക് വന്നു കഴിഞ്ഞാൽ അതിന് തൊട്ട് താഴെയായിട്ട് ഇവിടെ ഫോൺ നമ്പർ കാണാൻ സാധിക്കും. ഫോൺ എന്ന് എഴുതിയിട്ടുണ്ടാവും. ഓക്കെ, അവിടെ ഒരു ഏരോ മാർക്ക് ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ കൊടുത്ത നമ്പർ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് നിലവിലുള്ള നമ്പർ ആണെങ്കിൽ ഓക്കെ, പ്രശ്നമില്ല. ഇനി നിലവിൽ ഇല്ലാത്ത നമ്പറാണ്. ഇപ്പോൾ എൻ്റെ മൊബൈലിൽ ഒരുപാട് നമ്പർ കാണുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഞാൻ ഉപയോഗിക്കുന്ന നമ്പർ തന്നെയാണ്. ഇത് അല്ല നമ്മളെ നമ്പർ എങ്കിൽ ഇവിടെ തന്നെ ഒരു ഏരോ മാർക്ക് ഉണ്ട്. ആ നമ്പറിൻ്റെ ഇവിടെ കാണുന്ന ഏരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഒന്നുകിൽ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് എഡിറ്റ് ചെയ്യാം. ഇവിടെ പെന്നിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് നിലവിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ആ ഒരു മൊബൈൽ നമ്പർ തന്നെ ഇവിടെ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ചിലപ്പോൾ അങ്ങനെ ആഡ് ചെയ്താൽ ആ ഒരു മൊബൈൽ നമ്പറിലേക്കും ചിലപ്പോൾ ഒരു വെരിഫിക്കേഷൻ കോഡ് വരും, അല്ലെങ്കിൽ ചിലപ്പോൾ വരില്ല. അപ്പോൾ ഇതും കൂടി നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്തു വെക്കണം. കാരണം നിലവിൽ ഉള്ള നമ്പർ തന്നെ ആയിരിക്കണം നിങ്ങൾ ഇവിടെ ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ പല ആളുകൾക്കും ഇങ്ങനെ നമ്പർ ചേഞ്ച് ചെയ്യാൻ പോലും അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ കാണിച്ചു തരുന്നത്. അതിനുശേഷം നിങ്ങൾ ബാക്ക് വരിക. ഇവിടെ താഴേക്ക് വീണ്ടും സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് പാസ്വേഡ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇനി നിങ്ങൾ നിലവിൽ കൊടുത്ത പാസ്വേഡ് നിങ്ങൾക്ക് മറന്നുപോയി. ഇവിടെ തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഏരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ചിലപ്പോൾ നിങ്ങളുടെ ഫിംഗർ അല്ലെങ്കിൽ പാറ്റേൺ ഇവിടെ കൊടുക്കേണ്ടി വരും. ഇവിടെ ഇങ്ങനൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഓൺ ആയിട്ട് വരും. ഇവിടെ നിങ്ങൾക്ക് ഓർമ്മയുള്ള നല്ലൊരു പാസ്വേഡ് ഇവിടെ ഏറ്റവും മുകളിൽ കൊടുക്കുക. അതിനുശേഷം താഴെയും റീ എൻ്റർ കൊടുക്കുക. എന്നിട്ട് ചേഞ്ച് പാസ്വേഡ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മയുള്ള ഒരു പാസ്വേഡും കൂടി ഇവിടെ സെറ്റായി. അപ്പോൾ ഇങ്ങനെയുള്ള 3 കാര്യങ്ങൾ നിങ്ങൾ നിലവിലുള്ള ആ ഒരു മെയിൽ ഐ ഡിയിൽ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ ചിലപ്പോൾ ഡാമേജ് ആയി, അല്ലെങ്കിൽ കളവ് പോയി, അല്ലെങ്കിൽ മൊത്തത്തിൽ ഫോർമാറ്റായി, എന്ത് ചെയ്യും? ആ ഒരു മെയിൽ ഐ ഡി നിങ്ങൾക്ക് തിരിച്ചു കിട്ടണ്ടേ? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിലവിൽ നിങ്ങൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും തന്നെ ആ ഒരു മെയിൽ ഐ ഡി നഷ്ടപ്പെടുകയില്ല. പല ആളുകൾക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു വെക്കാത്തതുകൊണ്ടാണ് നിലവിൽ ഉപയോഗിക്കുന്ന മെയിൽ ഐ ഡി നഷ്ടപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മെയിൽ ഐ ഡി ഇമ്പോർട്ടൻ്റ് ആണ് എങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു വെക്കുക.
അതുമാത്രമല്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ജിമെയിൽ ഐ ഡിയിൽ മുന്നേ ഈ വക കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ജിമെയിൽ ഐ ഡി നഷ്ടപ്പെടുകയില്ല. എന്നാൽ അതൊന്നും സാരമില്ല, നമുക്കത് നഷ്ടപ്പെട്ടാൽ പോട്ടെ, കല്ലി വല്ലി, നമുക്ക് പുതിയ ജിമെയിൽ ഐ ഡി ഉണ്ടാക്കാമെന്ന് പറയുന്നവർക്ക് ഇത് ബാധകമല്ല കേട്ടോ. നിങ്ങൾ ഉപയോഗിക്കുന്ന ജിമെയിൽ ഐ ഡി നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മുന്നേ ചെയ്തു വെക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.